നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ വിജയനെതിരായ ഈ പ്രോസിക്യൂഷൻ അനുമതി ഗൗരവതരം അല്ലെന്ന നിലപാടിൽ സിപിഎം. പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനിടെ അനുമതി കൊടുത്തത് മുഖ്യമന്ത്രി ലക്ഷ്യമിട്ട് എന്ന നിലപാടിലാണ് പാർട്ടി. നിയമപരമായ വഴിയിലൂടെ ആക്ഷേപത്തിന്റെ നിജസ്ഥിതി തെളിയിക്കാനാകും എന്ന പാർട്ടി വിലയിരുത്തൽ പുറത്തുവരികയാണ്. പാർട്ടി കോൺഗ്രസ് നടക്കുന്നതിനാൽ മറ്റേത് സമയത്തേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ പ്രതിരോധിക്കുമെന്നാണ് പാർട്ടിയുടെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. CMRL എക്സാലോജിക് ദുരൂഹ സാമ്പത്തിക ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ കേസിനെ പാർട്ടിയെതിരായി ഉപയോഗിച്ചാൽ രാഷ്ട്രീയമായി നേരിടുമെന്ന് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. വീണയുടെ കമ്പനി കൈപ്പറ്റിയ തുകയ്ക്ക് സേവനം കൊടുത്തിട്ടുണ്ട് എന്ന് AK ബാലൻ പ്രതികരിച്ചു. CPMനെയും സർക്കാരിനെയും ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത ആക്രമണമെന്ന് MA ബേബിയും പൊട്ടിത്തെറിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെയുള്ള കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് തന്നെയാണ് CPMന്റെ നിലപാട്. കേസായി തന്നെ കൈകാര്യം ചെയ്യും. ഇതിന്റെ പേരിൽ പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല. കേസ് പാർട്ടിക്കെതിരെ ഉപയോഗിച്ചാൽ രാഷ്ട്രീയമായി നേരിടുമെന്നുമാണ് CPMന്റെ നിലപാട്. CPMനെയും സർക്കാരിനെയും ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത നീക്കമെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതികരിച്ചത് വലിയ വാർത്തയായിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് ആരോപണം ജനം തള്ളി. പാർട്ടി കോൺഗ്രസ് നടത്തുന്ന സമയം നോക്കിയുള്ള ഈ ആക്രമണമാണ് ഇതെന്നും ബേബി വ്യക്തമാക്കുന്നു. പിണറായിക്കും പാർട്ടിക്കും ഒരു ഭയവുമില്ല എന്ന് PB അംഗം A വിജയരാഘവനും പ്രതികരിച്ചു. പിണറായിയുടെയും കോടിയേരിയുടെയും ഈ മക്കളുടെ കാര്യത്തിൽ പാർട്ടിക്ക് വിവേചനമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന് സുഖമുള്ള ഏർപ്പാടാണെന്നും കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പ്രതികരിച്ചു. തങ്ങൾക്ക് സേവനം കിട്ടിയിട്ടില്ല എന്ന് CMRL പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കേസുമില്ല. കൈപ്പറ്റിയ തുകയ്ക്കുള്ള സേവനം വീണ വിജയന്റെ കമ്പനി നൽകിയിട്ടുണ്ടെന്നും ബാലൻ പ്രതികരിച്ചു. പക്ഷേ ഈ വിശദീകരണങ്ങൾക്ക് അപ്പുറം ഒരു വസ്തുതയും ഉണ്ട്. യാതൊരു സേവനവും നൽകാതെ വീണയുടെ കമ്പനിയായ എക്സാലോജിക് CMRL നിന്ന് 2.70 കോടി രൂപ കൈപ്പറ്റിയെന്നാണ് SFIO അന്വേഷണത്തിലെ കണ്ടെത്തൽ. വീണയെ കൂടാതെ CMRL MD ശശീന്ദ്രൻ കർത്ത, CMRLലെ മറ്റു ചില ഉദ്യോഗസ്ഥർ, CMRL എക്സാലോജിക് കമ്പനി എന്നിവരും കേസിൽ പ്രതികളാണ്. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഏകദേശം 182 കോടി രൂപ രാഷ്ട്രീയ നേതാക്കൾക്ക് കമ്പനി വകമാറ്റി നൽകിയെന്നും SFIO കണ്ടെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ പ്രതി ചേർക്കപ്പെടുന്നതോടുകൂടി വീണ്ടും CPM പ്രതിരോധത്തിലാകുകയാണ് ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാക്കളും BJPയും രംഗത്തെത്തിയിട്ടുണ്ട്. ധാർമ്മികതയുടെ പേരിലാണ് മുഖ്യമന്ത്രിയുടെ രാജിയും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതിന് പിണറായി വഴങ്ങിയില്ല. 10 വർഷം വരെ ജയിൽ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളിലാണ് വിചാരണ നടക്കുക. വിചാരണയിലേക്ക് പോകാത്തവണ്ണം കേസിനെ നിയമപരമായി തടയാനാകില്ല എങ്കിൽ കോടതിയുടെ പ്രതിക്കൂട്ടിൽ വീണയ്ക്ക് നൽകേണ്ടി വരും. ആദായ നികുതി വകുപ്പിന്റെ ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന് മുന്നിൽ എല്ലാ കുറ്റവും സമ്മതിച്ച് CMRL പിഴയൊടുക്കിയ കേസാണ് ഇത്. ആ നിയമ സാഹചര്യം വിചാരണയെയും സ്വാധീനിക്കാൻ സാധ്യത ഏറെയാണ്. SFIO നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിലെ ചാർജ് സമ്മറി മാത്രമാണ് പുറത്തുവരാൻ ഇരിക്കുന്നത്. 2.7 കോടി രൂപ CMRL സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ എന്നിവയിൽ നിന്നും വീണ കൈപ്പറ്റിയതിന് കമ്പനി നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ സാമ്പത്തിക വഞ്ചനയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനപ്പുറമുള്ള വിശദാംശങ്ങൾ അന്വേഷണ റിപ്പോർട്ടിലുമുണ്ട്. റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പുറത്തു വന്നിട്ടില്ല. പ്രത്യേക കോടതിയിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യുമ്പോൾ അന്വേഷണ റിപ്പോർട്ടും SFIO സമർപ്പിക്കും. ഇതിന് ശേഷമാകും വീണ തുടർ നിയമ നടപടികളിൽ തീരുമാനം എടുക്കുക. ലാവ്ലിൻ കേസിൽ പിണറായി വിജയൻ പ്രതിയായെങ്കിലും വിചാരണയ്ക്ക് മുമ്പേ കുറ്റവിമുക്തി നേടിയിരുന്നു. ഇതേ രീതിയാകും വീണയും സ്വീകരിക്കുക. ആദായ നികുതി ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലെ മൊഴി അനുസരിച്ച് കേസെടുക്കാൻ നിയമ തടസ്സം ഉണ്ടെന്നുള്ള വാദം ഉന്നയിച്ചാണ് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ആദായ നികുതി ബോർഡിന്റെ രേഖ വച്ചല്ല അന്വേഷണമെന്നാണ് SFIO നിലപാട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു, കൊച്ചി ഓഫീസുകൾ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളാണ്. ROC ഇൻസ്പെക്ടർമാരുടെ സംഘം നൽകിയ ഇടക്കാല റിപ്പോർട്ട് എന്നിവയാണ് ആധാരമാക്കിയത് എന്ന് അവർ കോടതിയെ അറിയിച്ചിരുന്നു. ആകെ 20 പേരുടെ മൊഴിയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി SFIO രേഖപ്പെടുത്തിയത്. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് അനധികൃത പണമിടപാടിനെ കുറിച്ച് ആദായ നികുതി വകുപ്പ് തയ്യാറാക്കിയ കണക്കുകൾ ശരിവെക്കുന്നതാണ് SFIO കണ്ടെത്തലുകൾ. വീണയും അവരുടെ കമ്പനിയായ എക്സാലോജിക്കും CMRL നിന്നും കൈപ്പറ്റിയ പണത്തെക്കുറിച്ചാണ് ആദായ നികുതി വകുപ്പ് പറഞ്ഞത് എങ്കിൽ എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്ന് ലഭിച്ച പണം കൂടി ചേർത്താണ് SFIOയുടെ കണക്കെന്നാണ് വ്യക്തമാകുന്നത്. വീണയ്ക്കും എക്സാലോജിക്കിനും പുറമെ രാഷ്ട്രീയ നേതാക്കൾ
നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മറ്റും CMRL നൽകിയ പണത്തിന്റെ കണക്കിലേക്കും SFIO പോയിട്ടുണ്ട്. പണം കൈപ്പറ്റിയവരുടെ പട്ടിക 2 വർഷത്തോളമായി കേന്ദ്ര സർക്കാരിന്റെ പക്കലുണ്ട്. CPM, കോൺഗ്രസ്, CPI, BJP തുടങ്ങിയ പല പാർട്ടികളുടെയും നേതാക്കളും ചില ഉദ്യോഗസ്ഥരും മാധ്യമ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾക്ക് സർക്കാർ തയ്യാറാകുമോ അതോ വിഷയം തൽക്കാലം കമ്പനി നിയമത്തിന്റെ പരിധിയിൽ നിർത്തുമോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T. വീണയ്ക്ക് ഈ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെ ലിമിറ്റഡ് CMRL എന്ന സ്വകാര്യ കമ്പനിയിൽ നിന്ന് ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലമായി 3 വർഷത്തിനിടെ 1.72 കോടി രൂപ ലഭിച്ചു എന്ന് ഈ പണം നൽകിയത് പ്രമുഖ വ്യക്തിയുമായുള്ള ബന്ധം പരിഗണിച്ചാണെന്നും ആദായ നികുതി ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന്റെ ന്യൂഡൽഹി ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചതാണ് കേസിന്റെ തുടക്കം. ഈ വിധി അംഗീകരിച്ച CMRL പിഴ അടയ്ക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ തുടർ വിചാരണയിൽ CMRL നിലപാട് നിർണായകമാകും. ഇതേ കേസിൽ വിജിലൻസ് അന്വേഷണം എന്ന ആവശ്യം തള്ളിയതിന്റെ ആശ്വാസത്തിലാണ് കേരള സർക്കാരും. എന്തായാലും സർക്കാരിനെ ഭരിക്കുന്ന CPM ഒക്കെ തന്നെ മധുരയിലാണ് ഇപ്പോൾ ഉള്ളത്. 24ാം പാർട്ടി കോൺഗ്രസിലാണ് മധുരയിൽ എത്തിയിരിക്കുന്നത്. വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയതായാണ് ആദായ നികുതി വകുപ്പിന് കീഴിലുള്ള ഇൻകം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ആയിരിക്കുന്നത്. ഇതാണ് വിവാദങ്ങൾ തുടക്കമിട്ടത്. 2017നും 2020നും ഇടയിൽ 1.72 കോടിയോളം രൂപ വീണയുടെ കമ്പനി കൈപ്പറ്റി എന്നായിരുന്നു പുറത്തുവന്ന വിവരം. ഉന്നത വ്യക്തിയുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയത് എന്ന് കമ്പനി പ്രതിനിധികളുടെ മൊഴികൾ ഉണ്ട്. നിയമവിരുദ്ധമായി പണം നൽകിയ രാഷ്ട്രീയ നേതാക്കളുടെ പേരെഴുതിയ കരിമണൽ കമ്പനിയുടെ പറ്റുബുക്കിൽ പ്രതിപക്ഷ നേതാക്കൾക്കൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരുമുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണത്തെ പ്രതിപക്ഷം ആയുധമാക്കി. SFIO അന്വേഷണം ആവശ്യപ്പെട്ട BJP നേതാവായ ഷോൺ ജോർജാണ് കോടതിയെ സമീപിച്ചത്. SFIOയുടെ പരാതിയിൽ EDയും അന്വേഷണത്തിനായി എത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വീണ വിജയനെ ചെന്നൈയിൽ വെച്ച് SFIO ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടെ കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ വിഷയം ഏറ്റെടുത്ത നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോയി. ഇടപാടിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയെ സമീപിച്ചു. തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതി ആവശ്യം തള്ളിയത്. അപ്പീലുമായി അദ്ദേഹം കേരള ഹൈക്കോടതിയെ സമീപിച്ചു. പരാതിയിലുള്ളത് സംശയം മാത്രമാണെന്നും ആരോപണം തെളിയിക്കുന്ന വസ്തുതകളില്ല എന്നും ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി കേസ് തള്ളി. ഇതിനിടെ കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബുവും സമാന ആവശ്യവുമായി രംഗത്ത് എത്തിയിരുന്നു. വിജിലൻസ് അന്വേഷണം എന്ന ഗിരീഷിന്റെ ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. ഹൈക്കോടതിയിലെ അപ്പീലും തള്ളിപ്പോയി. ഇതിനിടെ ഗിരീഷ് ബാബു മരിച്ചു. CMRL ഇടപാടുകളിൽ വീണ വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകിയതാണ് ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഒന്നെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എമ്പുരാനെ കുറിച്ച് പരാമർശിച്ച ജോൺ ബ്രിട്ടാസിന്റെ TP 51 വെട്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നീ സിനിമകൾ റിലീസ് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്നും രാജ്യസഭയിൽ സുരേഷ് ഗോപി ചോദിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു.